ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഉപാസന എടുക്കാനും അതുപോലെ ഉപാസകരാകാനും മന്ത്രദീക്ഷ എടുക്കാനൊക്കെ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എല്ലാവരുടെയും കുടുംബത്തില് ആ സേവാമൂർത്തികൾ ഉണ്ടായിരുന്നു, കുടുംബ പരദേവതകൾ ഉണ്ടായിരുന്നു, കുടുംബത്ത് അത്തരത്തിലുള്ള ഒരു ആരാധന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ചില വൈദേശിക രാഷ്ട്രീയ ആശയങ്ങളുടെ വരവോടുകൂടി ഇത്തരത്തിലുള്ള ആ ഒരു കുടുംബ പശ്ചാത്തലം മാറുകയും അവിടെ ഒരു നിരീശ്വരവാദവും മറ്റും അതിഭൗതികവാദവും എല്ലാം ഉണ്ടാകുകയും ചെയ്തതോടുകൂടി തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായം നഷ്ടപ്പെട്ടത്. എന്നാലും പുതിയ തലമുറ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവര് ഇത്തരത്തിൽ ഉപാസനകളൊക്കെ എടുക്കുകയും മന്ത്രദീക്ഷ എടുക്കുകയും ആ പൂർവികമായ ആചാരങ്ങൾ പുനർസൃഷ്ടിക്കാനും പുനരാചരിക്കാനും തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലബാർ, തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടുതലും ഉപാസന എടുക്കുന്നത് അവർ വിഷ്ണുമായ ഉപാസനയാണ് കൂടുതലായിട്ടും എടുക്കുക. അപ്പൊ വിഷ്ണുമായ ഉപാസന എടുത്ത് ആ ഉപാസന സമ്പ്രദായവുമായി മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിൽ പല ആളുകളും തന്നെ. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ വിഷ്ണുമായ ഉപാസന കൊടുക്കുന്ന ഗുരുക്കന്മാരെന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും അതനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപാസകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുന്ന പല ആൾദൈവ മാതൃകകളിലുള്ള ഗുരുക്കന്മാരുണ്ട്, അഭിനവ ഗുരുക്കന്മാരുണ്ട്. എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതിന് തന്നെയാണ്. ഇത്തരം ഉപാസനകള്, ഭഗവാന്റെ ഉപാസകര് വർദ്ധിക്കട്ടെ, ഭഗവാന്റെ ഉപാസന സമ്പ്രദായങ്ങൾ ലോകം മുഴുവനാകട്ടെ, ഭഗവാന്റെ ചൈതന്യം ലോകം മുഴുവൻ പടരട്ടെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ ആശയ പ്രചരണങ്ങൾ നടത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഭഗവാന്റെ ആശീർവാദത്തിനായിട്ട്, അനുഗ്രഹത്തിനായിട്ട് ശ്രമിക്കുന്നവരും അതിനുവേണ്ടി പ്രചാരകരായിട്ട് മാറിയിട്ടുള്ള പല ആളുകളും എല്ലാം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, നല്ല സേവനം ചെയ്യുന്നവരുമാണ്. പക്ഷെ പല സമയത്തും നമ്മളെ കാണാനായിട്ട് വരുന്ന ആളുകളിൽ പല ആൾക്കാർക്കും ഇത്തരം ആളുകളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തായാലും ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് ഹാർദമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട്, ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷ്ണുമായ ഭക്തർക്കും ഈ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ ഞാൻ ആമുഖമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇന്ന് ഗുരുക്കന്മാരായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഉപാസകരായിട്ടുണ്ട്, സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചില കള്ളനാണയങ്ങളും അല്ലെങ്കിൽ ഇത്തരം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭഗവാന്റെ നാമം വളരെ മോശമായി പൊതുമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം പേരുടെ കമന്റുകൾ, ബഹുജനങ്ങൾ ഇട്ടിരിക്കുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം തിക്താനുഭവങ്ങളും സംശയദൃഷ്ടിയോടുകൂടിയാണ് ഭഗവാനെ കാണുന്നത്, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഭഗവാനെ എത്രത്തോളം മോശമായ രീതിയിലാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. അത് ഓരോരുത്തരുടെ യുക്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, ഭക്തന്മാരും വിശ്വാസികളും ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ സ്വീകരിക്കട്ടെ, അതുപോലെ തന്നെ അവരെ റിജക്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെ പുറന്തള്ളട്ടെ. അത് അവരുടെ ഭക്തന്മാരുടെ ആ ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് വരുന്ന പല ആളുകൾക്കും, സ്ത്രീകൾ ഉൾപ്പെടുന്ന പല ആളുകളും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളവരായിട്ട് വന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, അയാൾ ഒരു ദീക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ തേടിപ്പോയി. ഗുരു ഏതോ ഒരു രീതിയിൽ ഒരു മന്ത്രം, ചൊല്ലുമന്ത്രം മാത്രം പറഞ്ഞു കൊടുത്തു. ഒരു ന്യാസവും അങ്ങനെയുള്ള ഒന്നുമില്ല, ഛന്ദസ്സും ന്യാസവും ധ്യാനവും ഒന്നുമില്ല, വെറുതെ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം പറഞ്ഞു കൊടുത്ത് വിട്ടു. അത് മാത്രമല്ല, ഉപാസനയുടെ ഭാഗമായി ഈ യുവാവിനോട് ആ ഗുരു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മദ്യപിക്കണം. അതായത് ഭഗവാൻ മദ്യപാനിയാണ്, അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇഷ്ടം മദ്യപിക്കുന്നവരെയാണ്, നിങ്ങൾ മദ്യപിക്കണം. മാത്രമല്ല ഈ ഒരു കർമ്മ രീതി പഞ്ചമകാര പൂജയായതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കൂടി തയ്യാറാകണമെന്നാണ്. അപ്പൊ ഈ യുവാവ് ചോദിച്ചത്, ഞാൻ വിവാഹിതനല്ല,
ഞാൻ എങ്ങനെയാണ് അല്ല അതിനു വേണ്ടിയിട്ട് ആളുകളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞ ഒരു ഗുരു എന്ന് പറയുന്ന ഒരാൾ പോലും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതൊരു സൂചനയായിട്ട് ഇത് പറഞ്ഞതാണ്. കാരണം ഭഗവാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ആ ആരാധനാ സമ്പ്രദായത്തിൽ ഇതൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന വലിയൊരു ആശയം, അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: നിങ്ങൾക്ക് ഭഗവാനെ വിളിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിനെ കാണാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇതൊരു സ്വീകരിക്കുന്നതിന് മുമ്പ് ശരിയായ രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ആധികാരികമായ രീതിയിൽ അറിയാവുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ട് അവരുടെ ഉപദേശത്തോടു കൂടി മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷ്ണുമായയുടെ ആയാലും ഭദ്രകാളിയുടെ ആയാലും ശാക്തേയമായ ഏതെങ്കിലും ഉപാസന നിങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരക്കാരെ കണ്ട്, നല്ല ഒരു ഗുരുവിനെ കണ്ട്, ആ ആധികാരികമായും ശാസ്ത്രീയമായും ആചാരപരമായും പഠിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് വേണം നിങ്ങൾ ദീക്ഷ എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമസ്തേ.